നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. പാവയ്ക്ക തീരെ ഏറ്റവും രുചികരമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ തീയൽ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അരമുറി തേങ്ങ ചിരകിയതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് നമുക്കൊരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ വറുത്തരച്ച കറിക്ക് റെഡിയാക്കി എടുക്കുന്നത് പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതിലോട്ട് 2 വറ്റൽമുളക് ചേർക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. അതിനുശേഷം ചെറു തീയിലിട്ടിട്ട് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ നല്ല പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ചേർത്ത് കൊടുക്കാനേ പാടില്ല. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 2-3 പച്ചമുളകും ഒരു 2 തണ്ടിനടുത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു 10 ചെറിയുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പാവക്ക മാത്രം ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്തിട്ട് ചെറിയുള്ളി നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയുള്ളി കയ്യിലില്ലാത്തവർക്ക് പാവയ്ക്ക മാത്രം ചെയ്തെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. ഇത് കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഒരു 2 പാവക്ക ചെറിയ സൈസുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കനം കുറഞ്ഞ് അരിയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാൻ കഴിയും. ഇതിലോട്ടേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചെറിയുള്ളിയും പാവയ്ക്കയും എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഡയറക്റ്റ് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഈ പാവയ്ക്കയും ചെറിയുള്ളി ഒന്നുകൂടി മൊരിയിച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പാവയ്ക്ക തീയൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൊരിയിച്ചെടുത്തതിന് ശേഷമാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത്യാവശ്യം സമയം എടുത്തിട്ട് നമുക്കിതൊന്ന് നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വഴറ്റിയെടുക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പാവക്ക എണ്ണയിൽ കിടന്ന് നന്നായി മൊരിഞ്ഞ് കണ്ടില്ല, ഈ ഒരു കളറിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ചെറു തീയിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളൻ പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഈ പാവയ്ക്ക ഒന്ന് നല്ലതുപോലെ തിളച്ച് കിട്ടണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പുളി ചേർത്ത് കഴിഞ്ഞാൽ. അതിനുശേഷം അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള വറുത്തരച്ച തേങ്ങ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട്, വെള്ളമൊന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. തീയലിൽ നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറി ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം കുറുകിയിരിക്കുമ്പോഴാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മിക്സ് അരച്ചെടുത്തിരിക്കുന്ന ആ ജാറിനകത്തോട്ടേക്ക് തന്നെ ഒരു ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു 2-3 പിഞ്ചൊക്കെ നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കാരണം പുളിയൊക്കെ ഉള്ള കറി ആയതുകൊണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് ടേസ്റ്റി ആയിരിക്കും. ഓപ്ഷണലാണ്. ഞാനിപ്പോൾ 2 നുള്ള് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നമ്മുടെ കറിയുടെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറിലോട്ടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് താളിച്ച് ചേർക്കുന്നതിനായിട്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർക്കാം. ഇനി നമ്മൾ ഈ താളിച്ചത് നമ്മുടെ കറിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കറി ഒരു 5-10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അതിനുശേഷം സെർവ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും അതിൻ്റെ ആ ഒരു താളിച്ചതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ശരിക്കും നമുക്ക് ഈ കറിക്ക് കിട്ടുക. അപ്പോൾ ശരിക്കും നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണ് പാവയ്ക്ക തീയൽ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.